ഫ്രണ്ട്സ്, വി എഫ് എയുടെ സ്പെഷ്യലായിട്ട് PYQ സീരീസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ PYQ ആണിത്. വി എഫ് എയുടെ അതേ സിലബസിൽ തന്നെയുള്ള 10th മെയിൻസിന് ചോദിച്ച ചോദ്യങ്ങളാണിത്. 2026 മെയ് 18 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൗട്ട് പർഗനയിൽ നിന്നും കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഷാമാലാണ് ഉത്തരം വരുന്നത്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ചൗരി ചൗര. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ ആയിരുന്നു. മലയാളിയായിട്ടുള്ള സർ സി ശങ്കരൻ നായർ ആയിരുന്നു 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഉസ്മൻ ഡെംബലെ. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആണ് ശരി, 1 തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? ചാമ്പൽ ബനാസ്, കൃഷ്ണ ഇന്ദ്രാവതി, ഗോദാവരി കൊയ്ന, കാവേരി കബനി. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചാമ്പൽ ബനാസും കാവേരി കബനിയുമാണ്. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എന്താ വിളിക്കുന്നത്? തിര ആവർത്തി എന്നാണ് അതിനെ വിളിക്കുന്നത്. അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1. വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സി ആണ് ഉത്തരം വരുന്നത്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി ഹൈലൈറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം. ചിറ്റൂർ നിയോജക മണ്ഡലത്തിലാണ് അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം എല്ലാം ഹരിത വിപ്ലവത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖല. കൃഷിയൊക്കെ ഉൾപ്പെടുന്ന പ്രാഥമിക മേഖലയിലാണ് 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോൽ ഏതാണ്? പ്രതിശീർഷ വരുമാനമാണ് സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോലായിട്ട് പറയുന്നത്. താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്ത നികുതി ഏതാണ്? തൊഴിൽ നികുതിയാണ് കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്തത്. ചോദനം അതിൻ്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? JM കെയ്ൻസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. ചോദനം അതിൻ്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത്. കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ: സക്കീർ ഹുസൈൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രാജേന്ദ്ര പ്രസാദ്, VV ഗിരി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാജേന്ദ്ര പ്രസാദ്, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, VV ഗിരി എന്നിങ്ങനെയാണ് ക്രമം വരുന്നത്. ചേരുംപടി ചേർക്കുക. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം ഉള്ളത് എവിടെയാണ്? രാജ്യസഭയിലാണ്. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ ലോക്സഭയാണ്. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. ലോക്സഭ എന്ന് പറഞ്ഞാലോ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ്. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് എന്താണ്? ഡി ആണ് വരുന്നത് ശരിയായിട്ടുള്ള ആൻസർ.
ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 58 ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ ഏതൊക്കെ? ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം. ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകുക. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായിട്ട് 1, 2, 4 ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളാണ്. അതിൽ പെടാത്തത് ഓപ്ഷൻ 3 മാത്രമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 മാത്രമാണ്. അതുകൊണ്ട് തന്നെ സി ആണ് ആൻസർ വരുന്നത്. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആര്? ഇവരാരുമല്ല ആ പേര് നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് ആ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. ചേരുംപടി ചേർക്കുക. 91 ഭരണഘടനാ ഭേദഗതി എന്നുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. 74 ഭരണഘടനാ ഭേദഗതി നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ച ഭേദഗതിയാണ്. 86 ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. 42 ഭേദഗതി പ്രകാരം ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കി. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവയിൽ ആരാണ്? അജിത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഭരണഘടനയുടെ 243 വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലുമല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം ശരിയാണ്. സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് 2 തെറ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം മാത്രമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനംവകുപ്പ് മന്ത്രിയാണ്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കാലാവധിയായ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ വരെയോ പദവിയിൽ തുടരാവുന്നതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുൻപായി പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്.
വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? വയോജനക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളിലൂടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹിക നീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതൊക്കെയാണെന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3യും ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത്? കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കായി കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് നവജീവൻ. സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിരക്ഷ പദ്ധതിയുടെ ലക്ഷ്യം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ശരണരായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഉറപ്പാക്കുക എന്നതാണ്. ഇവിടെ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ് ശരി. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ്. കോശം കണ്ടുപിടിച്ചതാര്? റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. പഴയ ഈച്ച എന്നറിയപ്പെടുന്നത് ഡ്രോസോഫിലയാണ് പഴയ ഈച്ച എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ലോക ഡയബറ്റീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 14. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിങ്ങയാണ് കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷമേത്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂളാണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? 200 കിലോ കലോറിക്ക് തുല്യമാണ് 840 കിലോ ജൂൾ എന്ന് പറയുന്നത്. 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും? -5 ഡയപ്റ്റോർ ആയിരിക്കും. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശബ്ദവും പ്രകാശവും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. പ്രകാശം അനുദൈർഘ്യ തരംഗവും ശബ്ദം അനുപ്രസ്ഥ തരംഗവുമാണ്. പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം സ്റ്റേറ്റ്മെൻറ്റ് 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. STPയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം 22.4 ലിറ്ററാണ്. 1 മോൾ ഹൈഡ്രജന് STPയിലുള്ള വ്യാപ്തം. കപട സംക്രമണ മൂലകം, ഇതിൽ സിങ്കാണ് കപട സംക്രമണ മൂലകത്തിൽ ഉൾപ്പെടുന്നത്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. ലോക കാലാവസ്ഥാ ദിനം വരുന്നത് മാർച്ച് 23-നാണ്. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്? 23 ഓഗസ്റ്റ് 2023-നാണ് ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിന്നത്തമ്പി അണ്ണാവി ചവിട്ട് നാടകവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലുള്ളതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലുള്ളതാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം തന്തപ്പേര്.
മച്ചാട്ടിളയത് ഏതു സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയത്? തിരുവാതിരപ്പാട്ടിലാണ് പ്രസിദ്ധി നേടിയത്. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കൊടുങ്ങല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1 കിലോബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ബൈറ്റ്സ്. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മോസില്ല ഫയർഫോക്സ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? IT ആക്ട് 2000 അമെൻഡഡ് ഓൺ 2008. ആരാണ് WWW കണ്ടുപിടിച്ചത്? വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് കണ്ടുപിടിച്ചത്. ഒരു കമ്പ്യൂട്ടറിനും മൊബൈൽ ഫോണിനും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? പാൻ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയതാരാണ്? അഖിൽ P. ധർമ്മജനാണ്. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് BR ഗവായ്. 52ാമത്തേതാണ്. 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏത് തരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്? ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്നവ വെളിപ്പെടുത്തേണ്ടതല്ല. വകുപ്പ് 8 പ്രകാരം. പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്രയാണ്? 5 വർഷമാണ് ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക? മജിസ്ട്രേറ്റിനാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക? പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗമല്ലാത്ത ആരെയും. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഹി സെർച്ച്ഡ് ഡാഷ് ദ റിംഗ് എവ്രിവെയർ. ഹി സെർച്ച്ഡ് ഫോർ ദ റിംഗ് എവ്രിവെയർ. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. Our school team dashed the cricket match last year. Our school team won the cricket match last year. The children are playing dash. The children are playing aren't they? Choose the correct passive form of the sentence given below. People will support us. We will be supported by the people. If she had taken a car, she dashed the station in time. If she had taken a car, she would have reached the station in time. Choose the correct antonym of the word rigid. The antonym of the word rigid is flexible. Choose the correct phrasal verb to complete the sentence. My sister tries to dash some money every month. My sister tries to set aside some money every month. Choose the correct synonym of the word frivolous. Choose the correct synonym of the word frivolous. The correct synonym of the word frivolous is silly. The masculine gender of which is wizard. Choose the correct one-word substitute for one talking a lot. One talking a lot is called loquacious. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? പകിട 12 വീഴുക എന്നാൽ അനുകൂലമാവുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായ പദം അനാസ്ഥ എന്നുള്ളതാണ്. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. അധീനം. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. പ്ലസ് അധീനം. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം തരുണി. തത്തയുടെ പര്യായ പദം അല്ലാത്തതേത്? പരഭൃതം. ഐഹികം എന്നതിൻ്റെ വിപരീത പദം ഏത്? പാരത്രികം. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. അത്യാപത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? നടികൾ. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം എഴുതുക. സഹർഷം. ശരിയായ വാക്യം ഏത്? ഇവിടെ ശരിയായ വാക്യം തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം എന്നുള്ള ഓപ്ഷൻ C ആണ്.